പ്രിയമുള്ളവരെ, KPSS കൈത്താങ് സ്നേഹസ്വാതന്ത്ര്യ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒന്നാമത് ഓണാഘോഷ പരിപാടിയിൽ KPSSന്റെ ചുടക്കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന മത്സര പോരാട്ടത്തിന് കോഴിക്കോട് സെപ്റ്റംബർ 10 സാക്ഷ്യം വഹിക്കും. രാജ്യമിനുക്കിയെടുത്ത അസ്ത്രങ്ങളും ആയുധങ്ങളുമായി കോഴിക്കോട്ടിന്റെ ഭൂമികയിലേക്ക് അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന KPSSന്റെ പ്രവർത്തകർ ഞായറാഴ്ച കോഴിക്കോടിന്റെ പോരാട്ട ഭൂമിക ലക്ഷ്യമാക്കി യാത്ര തിരിക്കും. യുദ്ധക്കളത്തിൽ മാതാവും പിതാവും സമമാണ്. എന്നാൽ കോഴിക്കോടിന്റെ പോരാട്ട ഭൂമികയിൽ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ സകല മാനബന്ധങ്ങളെയും കെട്ടയിച്ച് മാറ്റേണ്ടി വരിക തന്നെ ചെയ്യും. മത്സരവൈര്യത്തിന്റെ കനൽക്കാടുകളിൽ തെല്ലും ഭയമില്ലാതെ 4 ഷുജായിമാരുടെ നായകത്വത്തിൽ കടന്നുവരികയാണ്. ഇതിൽ പടനയിക്കുന്നത് ടിപ്പു സുൽത്താനോ കുഞ്ഞാലിമരക്കാരോ പഴശ്ശിരാജയോ അല്ല. ഇത് സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുവാനോ രാജ്യം പിടിച്ചെടുക്കുവാനോ വേണ്ടിയല്ല. ഇത് KPSSന്റെ പോരാട്ട ഭൂമികയിൽ കനൽപ്പകയുടെ നിലക്കാത്ത ചൂളകളിൽ നിന്നുള്ള അഭിമാന പോരാട്ടത്തിനും പടുകൂറ്റൻ കിരീടത്തിനും വേണ്ടി 4 ഗ്രൂപ്പുകളിലെ കാലറി പക്ഷികൾ കോഴിക്കോടിന്റെ ഭൂമികയിൽ നേർക്കുനേർ പോരാടുകയാണ്. നാടുവിലക്കെ നഗരവിലക്കെ നാൽക്കവലകളിൽ നാവട്ടം നടത്തിയാലും നടക്കില്ലടാ എന്നാജ്ഞാപിച്ചുകൊണ്ട് ഷംസീർ ഉള്ളേരിയുടെ പടനായകത്വത്തിൽ കടന്നുവരുന്നു ബ്ലൂവെയിൽ KPSSും. മമ്പാടിന്റെ ഇടനെഞ്ചിൽ നിന്നും ഇടഞ്ഞു വരുന്ന കുട്ടിക്കുറുപ്പന്മാർ നസീറിന്റെ നായകത്വത്തിൽ കടന്നുവരുന്നു ഗോൾഡൻ റോക്സ് KPSSും. പോരാട്ട ഭൂമികയിൽ ഏത് സീറോയിലും എതിരാളികളെ മലർത്തിയടിക്കാൻ കരുത്തുള്ള ഊക്കും ഉഷിരുമുള്ള വാഹിദിന്റെ പടനായകത്വത്തിൽ കടന്നുവരുന്നു റെഡ് പവർ KPSSും. എതിരാളികൾക്ക് വേണമെങ്കിൽ 2ാം സ്ഥാനവും കൊണ്ട് മടങ്ങാം എന്ന് റെഡ് പവർ വെല്ലുവിളി മുഴക്കുമ്പോൾ മഞ്ഞപ്പട മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ കനക സുവർണ കിരീടം ഇടനെഞ്ചോട് ചേർത്ത് തന്നെയായിരിക്കും മടങ്ങുക എന്ന ശക്തമായ താക്കീതുമായി സെലീനയുടെ നായകത്വത്തിൽ കടന്നുവരുന്ന യെല്ലോ ഫൈറ്റേഴ്സും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഏവർക്കും സ്വാഗതം കോഴിക്കോട് ഫ്രീ ബേർഡ്സ് ചൈൽഡ് ഹോമിലേക്ക്. ആശയം ഗഫൂർ കാവനൂർ, ശബ്ദാനുകരണം മജീദ്.